ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഐസ. ആദ്യ രാത്രി അവൾ മെല്ലെ വാതിൽ തുറന്ന് അകത്ത് കയറി. നന്നായി അലങ്കരിച്ച മുറി. കട്ടിലെ വെള്ളവിരിപ്പ് ഒഴുകിയിറങ്ങി നിലത്തെ ചുംബിച്ച പോലെ കിടക്കുന്നു. റോസാപ്പൂക്കളും മുല്ലമുട്ടുകളും കിടക്കയിൽ കെട്ടിപ്പിടഞ്ഞു കിടക്കുന്നു. എസിയിലെ കുളിർക്കാറ്റ് എങ്ങും മുല്ലപ്പൂമണം വാരി വിതറുന്നുണ്ടായിരുന്നു. അയാൾ അവളെ തന്റെ അരികിലേക്ക് കണ്ണുകൊണ്ട് മാടി വിളിച്ചു. മെല്ലെ അയാളുടെ അരികിലേക്ക് അവൾ വന്നു. അയാൾ അവളെ തന്റെ അരികിലേക്ക് കണ്ണുകൊണ്ട് മാടി വിളിച്ചു. മെല്ലെ അയാളുടെ അരികിലേക്ക് അവൾ നടന്നു. അവളുടെ മൈലാഞ്ചിയിട്ട കൈകൾ പിടിച്ചുകൊണ്ട് അവൻ കട്ടിലിനരികിലേക്ക് നടന്നു. അവിടെ ഇരുന്ന ശേഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, നല്ല ടെൻഷൻ ഉണ്ട് അല്ലേ? അവൾ തലയാട്ടി. ടെൻഷൻ എനിക്കുമുണ്ട്. അയാൾ പുഞ്ചിരിയോടെ അവളുടെ താടി കൈകൊണ്ട് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. നീ ശരിക്കും സുന്ദരിയാട്ടോ. നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയുമോ? അവളുടെ മുഖം നാണം കൊണ്ട് കുറച്ചുകൂടി താഴ്ന്നു. അയാൾ മെല്ലെ അവളുടെ ചുണ്ടുകൾ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇന്ന് ഒരു ഉമ്മ മാത്രം മതി എനിക്ക്. അവളെ ചുംബിക്കുമ്പോൾ അവൾ അറിഞ്ഞില്ല ആദ്യ ചുംബനത്തിന്റെ വില കണ്ണീരിൽ എഴുതപ്പെടേണ്ട ഒന്നാണെന്ന്. അയാൾ അവളുടെ ചുണ്ടുകളിൽ പല്ലുകൾ അമർത്തി. വായിൽ ഒരു പുളിപ്പ് വന്നപ്പോഴാണ് അവൾക്ക് ശരിക്കും മനസ്സിലായത്, തന്റെ കീഴ്ചുണ്ട് പൊട്ടിയിരിക്കുന്നു. ആദ്യ രാത്രിയുടെ അങ്കലാപ്പിൽ വന്നൊരു അബദ്ധമായി എടുത്തുകൊണ്ട് അവൾ ജീവിതം ആരംഭിച്ചു. മെല്ലെ മെല്ലെ അവൾക്ക് മനസ്സിലായി, കിടപ്പറയിലും പുറമേയും തന്റെ ഭർത്താവ് രണ്ടു പേരെ പോലെയാണെന്ന്. മറ്റുള്ളവരുടെ മുന്നിൽ തികച്ചും മാന്യനായ അയാൾ കിടപ്പറയിൽ വരുമ്പോൾ ലൈംഗിക വൈകൃതങ്ങൾ നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അവളെ ചെറുതായി വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷം നേടുന്ന ഒരു പ്രകൃതമായിരുന്നു അയാൾക്ക്. കിടപ്പറയിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കരുത് എന്നൊരു ധാരണയിൽ അവൾ എല്ലാം സഹിച്ച് ജീവിക്കാൻ തുടങ്ങി. ആഗ്രഹിച്ചതെല്ലാം വാങ്ങിത്തരുന്ന, ഇഷ്ടമുള്ളിടത്തെല്ലാം കൊണ്ടുപോകുന്ന ഭർത്താവിന്റെ കിടപ്പറയിലെ പെരുമാറ്റം മാത്രം എന്തുകൊണ്ട് അങ്ങനെയെന്ന് അവൾ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. പ്രതികരിക്കാത്തത് കൊണ്ടാവാം അയാളുടെ കിടപ്പറയിലെ പരീക്ഷണങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. ആദ്യ രാത്രിയിലെ സംഭവത്തിനു ശേഷം നിനക്ക് മനോഹരമായ ചുണ്ടുകളാണ്, ഇപ്പൊ കൂടുതൽ ഭംഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ചുണ്ടുകളിൽ മെഴുകുതിരി ഉറ്റിച്ചുകൊണ്ടായിരുന്നു തുടക്കം കുറിച്ചത്. അത് വയറ്റിലേക്കും അടിവയറിലേക്കും നീണ്ടുപോയപ്പോൾ അവളുടെ നിലവിളി അയാൾ സംഗീതം പോലെ ആസ്വദിച്ചു. സിഗരറ്റ് കത്തിക്കുന്നത് സിഗാർ ലൈറ്റ് കൊണ്ടാണെങ്കിലും സിഗരറ്റ് കുത്തിക്കെടുത്തുന്നത് അവളുടെ കാലുകളിൽ അല്ലെങ്കിൽ മാറിടത്തിൽ തന്നെ ആവണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നുകൊണ്ട് ചെറുതായി കുത്തുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണുനീർ തുള്ളികളെ അവൻ കവിതയാക്കി. ആരോടും പറയാനാകാതെ എന്താ പറയേണ്ടതെന്നറിയാതെ അവൾ ജീവിതം തള്ളി നീക്കി. മരണത്തിലേക്ക് അധികം ദൂരമില്ല എന്നൊരു തോന്നൽ അവൾക്ക് പലപ്പോഴും ഉണ്ടായി. അപ്പോഴാണ് അവിചാരിതമായി പഴയകാല സുഹൃത്തിനെ കണ്ടുമുട്ടുന്നത്. ഡോക്ടർ സൂസൻ, ഒരുമിച്ച് കളിച്ചു വളർന്നവൾ. അവളുടെ കണ്ണിലെ ദുഃഖം കണ്ടിട്ട് സൂസൻ പലതവണ ചോദിച്ചെങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം അവൾ സൂസനെ ഫോണിൽ വിളിച്ചു. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. അവൾ സൂസന്റെ റൂമിലേക്ക് കയറിയതും പൊട്ടിക്കരഞ്ഞതും ഒരുമിച്ചായിരുന്നു. അവൾ ഉള്ളിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സൂസൻ എല്ലാം കേട്ടിരുന്നു. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും സൂസൻ ഞെട്ടുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടിട്ട് സൂസൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ. എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് ആയിഷ, അവൾ വിചാരിച്ചാൽ നിനക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും. പിന്നെ അവൾ ഒരു ഫെമിനിസ്റ്റ് കൂടിയാണ്. എനിക്ക് തോന്നുന്നു നീ കുറെ വൈകിപ്പോയി. നീ ആദ്യമേ പ്രതികരിക്കേണ്ടതായിരുന്നു. എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. പിന്നെ അവളുടെ കൈ ചേർത്ത് പിടിച്ചു. കണ്ണിൽ നോക്കിക്കൊണ്ട് തുടർന്നു, സാരമില്ലടാ, എല്ലാം ശരിയാവും. അവർ കുറച്ചു സമയം കൂടി അവിടെ ചിലവിട്ട ശേഷം അവൾ യാത്ര പറഞ്ഞിറങ്ങി. അവൾ നേരെ പോയത് അഡ്വക്കേറ്റിനെ കാണാൻ വേണ്ടിയായിരുന്നു. ഓട്ടോ വിളിച്ച് ആയിഷ വീട്ടിലുണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സുഹൃത്ത് വിളിച്ച് പറയുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അവൾ ഓട്ടോ ഇറങ്ങി ഗേറ്റ് തുറന്ന് അകത്തേക്ക് നടന്നു. പുറത്ത് ആരെയും കണ്ടില്ല. അവൾ കോളിംഗ് ബെൽ അടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോർ തുറന്നു. കറുത്ത പർദ്ദ ധരിച്ച യുവതി പുറത്തേക്ക് വന്നു. അവൾ അടിമുടിയൊന്ന് നോക്കി. ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പ്രതീക്ഷിച്ചത് മറ്റൊരു രൂപമായിരുന്നു. യുവതി സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ആയിഷ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എന്നെ നിങ്ങളുടെ സുഹൃത്ത് വിളിച്ചിരുന്നു. വരൂ, നമുക്ക് അകത്തിരിക്കാം. അവളെ അഡ്വക്കേറ്റ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ തന്റെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. ഇടയ്ക്കിടെ കരച്ചിൽ, ഇടവേളയ്ക്ക് വഴിയൊരുക്കി. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ കൈകൾ കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. ആയിഷ ആകെ സ്തംഭിച്ചിരിക്കുകയായിരുന്നു. കണ്ണിന്റെ കോണിലൂടെ കണ്ണീർ തുള്ളികൾ ഒലിച്ചിറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അവളുടെ അടുത്തേക്ക് ചെന്ന ശേഷം കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം, ഒന്നും പേടിക്കണ്ട. അഡ്വക്കേറ്റ് തിരികെ കസേരയിൽ വന്നിരുന്ന ശേഷം ചോദിച്ചു,
നിങ്ങൾ എന്തിനാ ഡോക്ടറെ കാണാൻ പോയത്? അവൾ എൻ്റെ സുഹൃത്താണ്. പിന്നെ? അവൾ പാതി വഴിയിൽ നിർത്തി. പിന്നെ പറയൂ. പിന്നെ എനിക്ക് ഹസ്ബൻഡിനെ ഇഷ്ടമാണ്. എന്നെ എത്ര ഉപദ്രവിച്ചാലും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ. അതിന്? അഡ്വക്കേറ്റ് അല്പം അമർഷത്തോടെ ചോദിച്ചു. അല്ല, ചികിത്സിച്ചാൽ മാറുമെങ്കിൽ, എന്നെ ഉപദ്രവിക്കുന്നത് മാറുമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കണം. കിടപ്പറയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അല്ലാത്തപ്പോൾ എന്നോട് വല്ലാത്ത സ്നേഹമാണ്. അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. കൊള്ളാം, ഇപ്പൊ മനസ്സിലായി. നിങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം കാരണം. നിങ്ങൾ ആദ്യമേ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നോ? ശരി, നിങ്ങൾ പറയൂ, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അവൾ ഒന്നും പറഞ്ഞില്ല. തല താഴ്ത്തിയിരുന്നു. വീണ്ടും കരയാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു, എനിക്ക് ഒന്നും അറിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അച്ഛനോടും അമ്മയോടും എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അവർ പറഞ്ഞാലും വിശ്വസിക്കില്ല. അവരുടെ മുന്നിൽ അങ്ങനെയാണ് അയാളുടെ ജീവിതം. പക്ഷെ അയാളുടെ കൂടെ ജീവിച്ചാൽ അയാൾ എന്നെ കൊല്ലും. അയാളെ വിട്ടുപോയാൽ അതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ മരിച്ചു പോകും. ആയിഷ ഒന്നും പറഞ്ഞില്ല. പിന്നെ സ്വന്തം കൈകൾ കോർത്തു പിടിച്ച് മുഖത്തോടടുപ്പിച്ചു വെച്ചു. കുറെ നേരം കണ്ണടച്ചിരുന്നു. അഡ്വക്കേറ്റിന്റെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായ പ്രതിസന്ധി. വിവേകപൂർണമായ തീരുമാനം വന്നില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും. ഡിവോഴ്സ് വേണ്ടാത്ത സ്ഥിതിക്ക് അവളെ കൈവിടാം. പക്ഷെ മനസ്സ് അനുവദിക്കുന്നില്ല. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആയിഷ പറഞ്ഞു, ഒരു വഴി ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് 3 രീതിയിലാവാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പിരിയൽ, പിന്നെ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോട് കൂടിയ കേസും ഡിവോഴ്സും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷകരമായ കുടുംബജീവിതം. പിന്നെ ഇതൊരു ഭാഗ്യപരീക്ഷണം എന്നൊക്കെ പറയാം. ആയിഷ തന്റെ മനസ്സിലുള്ള ആശയം മുന്നോട്ട് വെച്ചു. പക്ഷെ അവൾ കേട്ടപ്പോൾ തന്നെ എതിർത്തു. ഒരു കാരണവശാലും തനിക്കതിന് സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആയിഷ പിന്നെയും ഒരുപാട് നേരം അവളെ പറഞ്ഞു, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അവസാനം പറഞ്ഞു, ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾക്ക് തീരുമാനിക്കാം. അവസാനം അവൾ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അവൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിറയെ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സിൽ. വീട്ടിലെത്തി പതിവ് പോലെ ജോലികളെല്ലാം ചെയ്തു. കുറച്ചു നേരത്തെ റൂമിലേക്ക് ചെന്നു. ഭർത്താവ് വന്നപ്പോൾ അവൾ കിടക്കുകയായിരുന്നു. അയാൾ അരികിലേക്ക് വന്നപ്പോൾ അവൾ മെല്ലെ എഴുന്നേറ്റു. വസ്ത്രം മാറുന്നിടയ്ക്ക് അയാൾ ചോദിച്ചു, എന്താ മുഖത്ത് വലിയ ഗൗരവം? ഒന്നുമില്ല. അവൾ എഴുന്നേറ്റ് അയാളുടെ അരികിലേക്ക് നടന്നു. നമുക്ക് നാളെ പുറത്തു പോവാം. 2 ദിവസം ചെറിയ ടൂർ. എനിക്ക് ഇവിടെ വല്ലാതെ വീർപ്പുമുട്ടുന്നു. കൊള്ളാം. നാളെയോ? എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. നാളെ പോയിട്ട് 1 വർഷത്തേക്ക് നീ ആലോചിക്കുകയേ വേണ്ട. അവൾ പിണങ്ങി കട്ടിലിന്റെ അരികിൽ പോയിരുന്നു. കുറച്ചു നേരത്തെ വാഗ്വാദത്തിനും അവിടെ അവളുടെ തീരുമാനം അംഗീകരിക്കപ്പെട്ടു. അവൾ ആദ്യമായി വിജയിച്ചപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. അവർ പിറ്റേന്ന് രാവിലെ ആലപ്പുഴയ്ക്ക് പോയി. കായൽ തീരത്തെ ഒരു കോട്ടേജ് എടുത്തു. വൈകുന്നേരം പുറത്തെല്ലാം കറങ്ങി രാത്രിയായപ്പോൾ റൂമിൽ തിരിച്ചെത്തി. പതിവ് പോലെ അന്നും അയാൾ അവളെ കരയിപ്പിച്ചുകൊണ്ട് സന്തോഷിച്ചു. പിറ്റേ ദിവസം മുഖത്ത് തണുത്ത എന്തോ ഒന്ന് ഇഴയുന്നത് പോലെ തോന്നിയിട്ടാണ് അയാൾ ഉണർന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈറൻ മുടിയഴകളുമായി അവൾ പുഞ്ചിരിയോടെ അരികിലിരിക്കുന്നു. അയാൾ അവളുടെ മുടിയിഴകളെ തലോടാൻ വേണ്ടി കൈ ഉയർത്തി. സാധിക്കുന്നില്ല. അയാൾ കൈകളിലേക്ക് നോക്കി. കൈകൾ രണ്ടും കെട്ടിയിരിക്കുന്നു. കാലുകൾ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ കാലുകളും ബന്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. നീ എന്തിനാടി എന്നെ കെട്ടിയത്? അഴിക്ക് വേഗം. അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോടാ, ദേഷ്യം വന്നല്ലോ. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എവിടെ നോക്കട്ടെ, ദേഷ്യം എവിടുന്നാ വരുന്നേന്ന്? ഇവിടെ നിന്നാണോ? അവൾ അയാളുടെ മൂക്കിന് മുകളിൽ തൊട്ടു. അയാളുടെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയി. അയാൾ അലറി. കൈകൾ കുടഞ്ഞുകൊണ്ട് കെട്ടുകൾ പൊട്ടിക്കാൻ ശ്രമിച്ചു. ഏയ്, ഒച്ച വെക്കല്ലേ. ഒച്ച വെച്ചാൽ ആളുകൾ ഓടി വരില്ലേ? അവൾ ഒരു ചെറിയ കഷ്ണം തുണിയെടുത്ത് അയാളുടെ വായിൽ തിരുകി. ഞാൻ ഭക്ഷണം കൊണ്ടുവരാട്ടോ. ഇന്ന് പല്ല് തേക്കണ്ട കേട്ടോ. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒരു പാത്രവുമായി വന്നു. ഞാൻ വായിൽ നിന്ന് തുണിയെടുക്കാൻ പോവുക. ഒച്ച ഉണ്ടാക്കിയാൽ അവിടെ തന്നെ സ്ഥിരമായി വെക്കും. അവൾ വെല്ലെ വായിൽ നിന്ന് തുണിയെടുത്തു മാറ്റി. എനിക്ക് ബാത്റൂം പോണം. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ കിടന്നുകൊണ്ട് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു ഭാര്യയല്ലേ. അതൊക്കെ ഒരു മടി കൂടാതെ ഞാൻ നടത്തിക്കോളാം. നിനക്ക് എന്താ വേണ്ടത്? എന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടത്? നീ എന്തായാലും എന്നെ ജീവിതകാലം മുഴുവൻ കെട്ടിയിടില്ലല്ലോ. ഇതിനൊക്കെ ഞാൻ എങ്ങനെ കണക്ക് തീർക്കുന്നതെന്ന് നോക്കിക്കോ. നീ എന്റെ കൈകൊണ്ട് ചാവും. അയാൾ പല്ലിറുമി. അറിയാം, നിങ്ങൾക്ക് എന്തു വേണേലും ആവാലോ. ഇത്രയും കാലം ഞാനൊന്നും ചെയ്തിട്ടല്ലല്ലോ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചത്. എത്രയോ രാത്രി ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് കെഞ്ചിയിട്ടില്ലേ? ഇന്നൊരു ദിവസം ഇങ്ങനെ കിടന്നപ്പോഴേക്കും നിങ്ങൾക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടല്ലേ? ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിയണം. അതിന്റെ സുഖം നിങ്ങളും അറിയണം. ഭാര്യ ഭർത്തൃ ബന്ധം അങ്ങനെയല്ലേ?
ഒരു ദിവസം, ഒരേ ഒരു ദിവസം ഞാൻ ഭർത്താവ്, നിങ്ങൾ ഭാര്യ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പൊള്ളുന്ന ചൂടുവെള്ളം കൊണ്ട് എന്നെ കുളിപ്പിച്ചത്? എന്റെ ശരീരം മുഴുവൻ ചുവന്നു പൊള്ളിയപ്പോൾ നിങ്ങൾ കണ്ട് ആസ്വദിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മ വരണമെങ്കിൽ ഈ ചൂടുള്ള ചായ നിങ്ങൾ ഒറ്റ വലിക്ക് കുടിക്കണം. അവൾ ചൂട് പറക്കുന്ന ചായ എടുത്തു അയാളുടെ മുഖത്തിന് നേരെ നീട്ടി. അയാൾ മുഖത്ത് ഭയത്തിന്റെ നിഴൽപ്പാടുകൾ വന്നു തുടങ്ങി. വേണ്ട, വേണ്ട, പ്ലീസ്. അയാൾ കരയാൻ തുടങ്ങി. അയ്യേ, കുടിക്കുന്നതിന് മുന്നേ കരയണോ? അവൾ അയാളുടെ മൂക്കുവിരലുകൾ കൊണ്ട് പിടിച്ചു. ചൂടുള്ള ചായ വായിലേക്ക് ഒഴിച്ചു. അയാൾ തുപ്പാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ചൂടുള്ള ചായ തൊണ്ട വഴി ഇറങ്ങിപ്പോകുന്നത് അയാൾ ശരിക്കും അറിഞ്ഞു. അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി തുടങ്ങി. കെഞ്ചും പോലെയായി മുഖഭാവം. അവൾ തുണിയെടുത്ത് വായിൽ തിരുകി. നിങ്ങളുടെ മീശ നല്ല ഭംഗിയാ. ഞാൻ ഓരോന്ന് പറിച്ചോട്ടെ? നമ്മൾ ഹണിമൂണിന് പോയപ്പോ ചേട്ടൻ എന്റെ ശരീരത്തിനും അങ്ങനെ പറിച്ചത് ഓർക്കുന്നുണ്ടോ? ഓർമ്മ കിട്ടണമെങ്കിൽ ഞാനും അങ്ങനെ പറിക്കണം. അവൾ അയാളുടെ മീശയിൽ കൈവച്ചു. പിന്നെ പറഞ്ഞു, ഇതുപോലെയുള്ള ആചാരങ്ങൾ ഇന്ന് മുഴുവൻ ഉണ്ട് കേട്ടോ. എല്ലാം ഓർമ്മ കാണില്ല, പക്ഷെ ഞാൻ മറക്കില്ല. ഞാനല്ലേ അനുഭവിച്ചത്, ഇനി ചേട്ടനും മറക്കാൻ പാടില്ല. അറിയണം, വേദന രണ്ടു പേർക്കും ഒരേപോലെയാണെന്ന്. അയാൾ കണ്ണടച്ചു. എന്നിട്ടും കണ്ണുകളുടെ കോണിൽ കൂടി കണ്ണുനീർ കുത്തി ഒഴുകുന്നുണ്ടായിരുന്നു. അവൾ മീശയിലൂടെയും താടിയിലൂടെയും വിരലുകൾ ഓടിച്ചു. അയാളുടെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വായിൽ നിന്നും തുണി അവൾ മാറ്റി. പിന്നെ തണുത്ത വെള്ളം വായിലേക്ക് ഒഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മയക്കത്തിലേക്ക് തെന്നി വീണു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് ബോധം വന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. കെട്ടുകളെല്ലാം അഴിച്ചിട്ടിരിക്കുന്നു. അയാൾ ചാടി എഴുന്നേറ്റു. മുഖത്തെല്ലാം കൈകൊണ്ട് തൊട്ടു നോക്കി. കുഴപ്പമില്ല, മീശയൊന്നും ചെയ്തിട്ടില്ല. ശരീരത്തിൽ വേറെ മുറിവുകളൊന്നുമില്ല. ചുറ്റും നോക്കിയപ്പോൾ ഒരു എഴുത്ത് എഴുതിയിരിക്കുന്നത് കണ്ടു. എനിക്ക് സാധിക്കുന്നില്ല. ഒരുപാട് ചെയ്യണമെന്ന് കരുതിയിരുന്നു. പകരം വീട്ടാൻ തന്നെയാണ് വന്നത്. പക്ഷെ പറ്റില്ല. കാരണം നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. നിങ്ങൾക്ക് എന്നെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യാം, അല്ലെങ്കിൽ പിരിയാം. ഞാൻ ഒപ്പുവെച്ച ഡിവോഴ്സിന്റെ പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഡിവോഴ്സ് ആണ്. ഞാൻ പോകുന്നു എന്റെ വീട്ടിലേക്ക്. അയാൾ എഴുത്തു നോക്കി. കുറെ നേരം ഇരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഡിവോഴ്സിന്റെ പേപ്പർ രണ്ടായി മുറിച്ച് നിലത്തേക്കിട്ടു. പിന്നെ പുറത്തേക്ക് നടന്നു. ഉള്ളിൽ അതുവരെ ഇല്ലാത്ത എന്തോ ഒരു തിരിച്ചറിവ് അയാൾക്ക് കിട്ടിയിരുന്നു.